പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ലഞ്ച് കോംബോ ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വരും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് കോംബോ നമുക്കിന്ന് തയ്യാറാക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ, ചേമ്പും വെള്ളരിയും കൂടെയുള്ളൊരു കറിയുണ്ട്, അതുപോലെ കടച്ചക്ക കൊണ്ടുള്ളൊരു വിഭവമുണ്ട്, പച്ചടിയുണ്ട്. കടച്ചക്ക പറമ്പിലുള്ളതാണ്, പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിനി ചെത്തി ചെറുതായി അരിഞ്ഞ് വെള്ളത്തിലേക്കിടുക. അതിൻ്റെ കൂടെ തന്നെ വെള്ളരിയും അരിഞ്ഞ് വെക്കുക. വെള്ളരിയും ചേമ്പും കൂടി മോരൊഴിച്ച കറിയാണ്. അതിന് ചേമ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒരു 2-3 വിസിലടുപ്പിച്ചെടുക്കുക. അപ്പോൾ അത് വെന്തിട്ടുണ്ടാവും. ചെറുചേമ്പാണ്. അതുപോലെ തന്നെ വെള്ളരി അരിഞ്ഞു വെച്ചു. അത് ഉപ്പ്, മഞ്ഞൾ, മുളകൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുക. അത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ചേമ്പ് തൊലിയൊക്കെ കളഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വേവിച്ചാൽ പിന്നെ തൊലി കളയൽ എളുപ്പമാണ്. മുറുക്കൊന്നും വേണ്ട, ചെറിയ മുട്ട പോലെയുള്ള കുഞ്ഞ് വിത്തായിരിക്കും ഉണ്ടാകുക. ചെറുചേമ്പാണ്. വെള്ളരി വേവിക്കാൻ വെക്കുന്നു. ആവശ്യത്തിന് ഉപ്പിടുക. അമ്മതണ്ടി ഇനി മഞ്ഞൾപ്പൊടി ഇടുക. 1/4 ടീസ്പൂൺ ഇട്ടു. ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇടുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. മൺചട്ടിയിൽ ഉണ്ടാക്കണം. അത് വളരെ നിർബന്ധമായ കാര്യമാണ് നമ്മുടെ നാടൻ കുക്കിങ്ങിന്. മൺചട്ടി വളരെ പ്രധാനപ്പെട്ടതാണ്. വേവാൻ വേണ്ട വെള്ളം ഒഴിക്കുക. മൂടി വേവിക്കുക. ഗ്യാസ് എത്തിച്ച് അടുപ്പത്ത് വയ്ക്കുക. വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കടച്ചക്കയുടെ പണി ചെയ്യാം. ചേമ്പ് പുഴുങ്ങി വെച്ചതാണത്. ഇതിൻ്റെ തൊലി കളയണം. കടച്ചക്ക റെഡിയാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് നോക്കാം. കടച്ചക്ക അരിഞ്ഞ പാടെ വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കടച്ചക്ക പിന്നെ കറുത്ത കളറായിരിക്കും, ഒരു ബ്രൗൺ കളറായിരിക്കും. കടച്ചക്ക എല്ലാം നന്നാക്കി കഴിഞ്ഞ് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല. നമുക്ക് അടുപ്പിൻ്റെ അടുത്ത് കുറച്ച് നേരം നിന്നാൽ കുക്കിങ്ങൊക്കെ അങ്ങ് നടക്കും. ഇത് വേഗം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വേവിക്കാം നമുക്ക്. ചോറ് വെന്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബീട്രൂട്ടിൻ്റെ പച്ചടി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ 1.5 മണിക്കൂറിൽ ചെയ്തെടുക്കുന്ന പണികളാണ്. ഇതിന് കുറച്ച് ചക്കയൊക്കെ മുറിക്കാനുള്ളതുകൊണ്ട് കുറച്ച് നേരം അധികം എടുത്തിട്ടുണ്ട്. എങ്കിൽ ഒരു 1.25 മണിക്കൂറിൽ ഇതെല്ലാം തീരും. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി.
പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം മതി. കടച്ചക്ക പെട്ടെന്ന് വേവുന്നൊരു പച്ചക്കറിയാണ്. അത് നമുക്ക് ഇൻഡക്ഷനിൽ വെക്കാം. അത് വേഗമാവും. 2-3 വിസിലധികം ആകരുത്, അപ്പോഴത്തേനും കുഴഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് അതാവുമ്പോഴേക്കും നമുക്ക് ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. വെള്ളരി വെന്ത് തുടങ്ങി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെള്ളം കുറച്ച് കുറവുണ്ട്, ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ചേമ്പ് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. വെന്ത ചേമ്പാണ്, അത് അതിലേക്ക് വെന്ത വെള്ളരിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. മഞ്ഞളൊക്കെ അതിലേക്ക് ഒന്ന് പിടിക്കണം, അത്ര നേരെ അതിൽ വേണ്ടു. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. വെള്ളം കുറച്ച് കുറവുണ്ടാവും, ഒരിത്തിരി വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. തൈരിട്ട കറിയാണ്. ഇത് പുളിയിട്ട് ഉണ്ടാക്കാം, പക്ഷെ തൈരിട്ട് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ ഇങ്ങനെ പുളിങ്കറിയും വെക്കാറുണ്ട്. സെയിം കോമ്പിനേഷൻ, ഒഴിക്കുന്ന പുളിയായിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കുറച്ച് ഇരുണ്ട കളറായിരിക്കും. തൈരിടുമ്പോൾ കുറച്ച് തെളിഞ്ഞ കളറായിരിക്കും, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഈ ചെറുചേമ്പ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് ഈ ഒരു മഴക്കാലത്തൊക്കെ വിളവെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഉപ്പ് കുറച്ച് കുറവുണ്ടാവും. ഇനി നമ്മൾ തൈരൊക്കെ ഒഴിക്കുമ്പോഴേക്കും അപ്പോൾ ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ആദ്യം അധികം ഇടുമ്പോൾ കുറച്ചധികം ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് നമുക്ക് തൈരും കൂടി ഒഴിക്കുമ്പോഴൊക്കെ പാകമാവും. വെള്ളരിയൊക്കെ നന്നായി വെന്ത് ഇനി ചേമ്പിലേക്ക് ആ മുളകും മഞ്ഞളും ഒക്കെ ഒന്ന് കയറണം. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ തൈര് കണ്ണായിക്ക് അടിച്ചു കൊടുക്കണം. തൈരൊക്കെ ഒഴിച്ചു. ഇനി ഇതാണ് കളറിപ്പം. ഇനി കടുക് വറുത്തിടണം. കടുക്, മുളക്, ഉലുവ വെളിച്ചെണ്ണയിൽ വറുത്തിടണം. വേണമെങ്കിൽ ഇതിൽ കുറച്ച് നെയ്യും കൂടെ ചേർക്കാം. ഞാനത് ചേർത്തിട്ടില്ല. നമ്മുടെ കടച്ചക്ക വെന്ത് കഴിഞ്ഞ് അതിന് ഇതിലേക്ക് കുറച്ച് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. 4-5 അല്ലി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. വെന്തതിന് ശേഷം ഇട്ടാൽ മതി. വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കടുകും മുളകും ജീരകവും കൂടെ വറുത്തതിലേക്ക് ഇടുക. അത്രേ ഉള്ളൂ പണി. ഒരു സിമ്പിൾ വെജ് കോംബോ ആണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത്. വേഗം 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമാണ്. അരി അടുപ്പത്തിടുക, നമ്മൾ പച്ചക്കറി മുറിക്കുക. അപ്പോഴത്തേക്ക് അത് തിളച്ച് വരും. അതെടുത്തിട്ട് റൈസ് കുക്കറിൽ ആക്കി വയ്ക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ പണി വേഗം കഴിഞ്ഞു. ചോറ് ആയി, കറികളായി. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, കുറച്ചേ ഇഷ്ടമുള്ളൂ. ഓണം, വിഷു, സദ്യ ഉണ്ടാക്കുമ്പോൾ മാത്രമേ കുറേ ഏറെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളൂ, അല്ലാത്തൊക്കെ ഇഷ്ടമല്ല.
വേഗം കഴിക്കുക. പണി അടുക്കളയിൽ അധിക നേരം നിന്ന് തിരിയരുത്. ആ പണി നമ്മളെ വെറുക്കും. എന്നും ചെയ്യുന്ന പണിയല്ലോ. അപ്പോൾ നമ്മൾ ഉലുവയൊക്കെ കൂടെ വറുത്തിട്ടതാണ്. അത് വെള്ളരിക്കരച്ച്. ഇനി അടുത്ത കറിക്ക് നമ്മൾ കടുക്, മുളക്, ജീരകം ആണത്. ഇതിൽ ഉലുവയാണ് ഇട്ടത്. തൈരിട്ട കറി മൂടി വെക്കണം. നമ്മൾ എന്ത് കറി ഉണ്ടാക്കിയാലും കടുക് വറുത്തിട്ട പാടെ മൂടി വെക്കുക. അടുത്ത കറിക്ക് വറുത്തിടാം. കടുകിട്ടു. ഒരു ലേശം ജീരകം, ഒരു 1/4 ടീസ്പൂണ് ജീരകവും കൂടി ഇടുക. ചെറിയ ജീരകം, നല്ല ജീരകം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കറിയും തയ്യാറാകാൻ പോവുകയാണ്. കടച്ചക്ക തോരൻ റെഡിയാകാൻ പോവുകയാണ്. വെളുത്തുള്ളിയും ജീരകവും കറിവേപ്പിലയൊക്കെ കൂടി ഒരു ടേസ്റ്റാണ് അതിന്. കടച്ചക്ക അതും തയ്യാറായി. ഒരു നേരം അതങ്ങ് മൂടി വെച്ചാൽ ഇളക്കി കൂട്ടിയെടുക്കുക. സിമ്പിൾ ലഞ്ച് കോംബോ. ഇനി നമുക്കൊരു പച്ചടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഉപ്പിട്ട് വേവിച്ചെടുക്കുന്നു. അതിലേക്ക് തേങ്ങയും തൈരും കുറച്ച് കടുകും ഇട്ടിട്ട്, കടുക് ലാസ്റ്റ് ഇടാവും, ഒന്ന് ക്രഷ് ചെയ്യുക. തേങ്ങയെല്ലാം അരിഞ്ഞതിന് ശേഷം ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അതിലേക്ക് ഇടുക. ബീറ്റ്റൂട്ടിൻ്റെ പച്ചടി വളരെ കളർഫുള്ളായൊരു വിഭവം. തൈര് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാം. നമ്മൾ അരയ്ക്കുമ്പോൾ അതിൽ തൈര് ചേർത്തിട്ടുണ്ട്. അത് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി കൂടി ഒഴിച്ചു. തിളപ്പിക്കരുത്, നന്നായിട്ട് ചൂടായാൽ മതി. അതിലേക്ക് കടുക് വറുത്തിട്ട് അത് കഴിഞ്ഞ പണി. കടുകും മുളകും കറിവേപ്പിലയും വറുത്തിടുക. ഒരു നുള്ളുലുവയും കൂട്ടുക. കഴിഞ്ഞു, പണി കഴിഞ്ഞു നമ്മളുടെ. ഒരു 1.25 മണിക്കൂർ ആകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. കുറേ നേരം നമ്മൾ അടുക്കളയിൽ കിടന്ന് തിരിയരുത്. അപ്പോൾ അടുക്കള പണിയോട് നമുക്ക് വെറുപ്പ് തോന്നും. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയുന്ന പണിയാണ് അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ. ബോറടിക്കാതെ ചെയ്യണം. എന്നും ചെയ്യുന്ന പണിയായതുകൊണ്ട് പെട്ടെന്ന് ബോറടിക്കും. നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് അതാണ് ഹെൽത്തി ആയിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുക, സ്വിഗ്ഗിയിൽ നിന്നൊക്കെ വരുത്തി കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഇത് നമുക്ക് തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഇത്രേ ചേർക്കുന്നുള്ളൂ. നമ്മളുടെ വിഭവങ്ങളൊക്കെ തയ്യാറായി. ഇനി നമുക്ക് അതൊക്കെ വിളമ്പാം. ഇപ്പം മഞ്ഞ നിറമൊക്കെ നമ്മുടെ ചേമ്പിലേക്കൊക്കെ പിടിച്ച് തൈരിൻ്റെ
പുളിയൊക്കെ പിടിച്ച് അതങ്ങനെ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് വെള്ളരിയും ചേമ്പും മോരൊഴിച്ച കറി. ചെറുചേമ്പിന് നല്ല കൊഴുത്ത ഒരു പച്ചക്കറിയാണ്. നമുക്കൊരു സെർവ് ഡിഷിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിന് പകർന്നെടുക്കാം. ഇതിൽ ബാക്കിയായാലും കുഴപ്പമില്ല, ഇത് കേടാവൊന്നുമില്ല, നാളെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു കറിയാണിത്. ചേമ്പും വെള്ളരിയും. നമ്മളുടെ കറികളൊക്കെ തയ്യാറായി, നമ്മളുടെ ലഞ്ച് തയ്യാറായിരിക്കുന്നു. കടച്ചക്കയും നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് പകർന്നെടുക്കാം. കടച്ചക്ക തോരൻ. കടച്ചക്കയിലൊന്നും കുറേ മസാലപ്പൊടിയൊന്നും ഇടരുത്, അപ്പോൾ ആ കടച്ചക്കയുടെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് കടച്ചക്ക. ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയും ഇംഗ്ലീഷിൽ അതിൻ്റെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം നമ്മൾ കൊണ്ടോണം മസാലയൊക്കെ കോരിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തനതായ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മണമൊന്നും നമുക്കറിയാതെ പോകും. അപ്പോൾ കുറച്ച് മഞ്ഞളും മുളകും മാത്രം ഇട്ടിട്ട് വേവിക്കുക. ഇത്തിരി വെളുത്തുള്ളി ചതച്ചിടുക, കറിവേപ്പില ഇടുക. കഴിഞ്ഞു. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ലഞ്ച്. ഉള്ളത് നമ്മളുടെ പച്ചടിയാണ്, ബീട്രൂട്ട് പച്ചടി. കളർഫുള്ളാണ്, ടേസ്റ്റിയുമാണ്. കുറച്ച് ഉണ്ടാക്കാവൂ, കുറച്ച് അധികമായി കഴിഞ്ഞാൽ അത് വേസ്റ്റായി പോകും വെറുതെ. കുറച്ച് മാത്രമേ ഇതെല്ലാവരും കഴിക്കുകയുള്ളൂ. കാണാനൊക്കെ ഭംഗിയാണ്, കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ. കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ കുറച്ചും കൂടി അധികം ഉണ്ടാക്കാം. ചോറ് വിളമ്പുന്നു, നമ്മുടെ കറികൾ വിളമ്പുന്നു. വെള്ളരിക്കറി, ബീട്രൂട്ട് പച്ചടി. ഇതിലേക്ക് അച്ചാറോ അങ്ങനെ പപ്പടമോ ഒന്നും എടുക്കുന്നില്ല, കാരണം ഹെൽത്തി ആയിട്ട് കഴിക്കുക, സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ടും കഴിക്കുക. അപ്പോൾ നമ്മളുടെ ഒരു കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ച് നല്ല സന്തോഷമായിട്ട് കഴിക്കുക. കഴിഞ്ഞു ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് ആൻഡ് സെർവിങ്. അന്നം ബ്രഹ്മ. അപ്പം അത് നമ്മൾ ഉണ്ടാക്കുന്നതും അത് വിളമ്പുന്നതും ഒക്കെ സ്നേഹം ചാലിച്ചായിരിക്കണം. അപ്പം നല്ല സന്തോഷമായിരിക്കും. എല്ലാവരും കഴിക്കുക. നമ്മൾ പിന്നെ 2 പേരേ ഉള്ളൂ, അധികം ആളൊന്നുമില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവരും തയ്യാറാക്കുന്നത് തന്നെ ആയിരിക്കും, പക്ഷേ ഈ ഒരു കോമ്പിനേഷനിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച്
തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ വെള്ളരിക്ക ചേമ്പ് മോരൊഴിച്ച കറിയും, പിന്നെ നമുക്ക് കടച്ചക്ക കൊണ്ടുള്ള തോരനും, ബീറ്റ്റൂട്ട് കൊണ്ടുള്ള പച്ചടിയും എല്ലാം വേഗം തയ്യാറാക്കി നമ്മൾ ലഞ്ച് വിളമ്പി. അപ്പം തൊട്ട് ലഞ്ച് കോംബോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ വിവരമൊക്കെ എന്നെ അറിയിക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയ ഈ ലഞ്ച് കോംബോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ഹെൽത്തിയായ ഒരു ഫുഡ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.